ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് ഫെറോറോ ന്യൂട്ടെല്ല കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എഗ്ലെസ് കേക്ക്, അത് 1/2 kg സ്പഞ്ച് ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. 1/2 kg കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. 3 ലെയർ വേണമെങ്കിൽ ആക്കാം, പക്ഷേ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വരത്തില്ല. അപ്പോൾ അന്നേരമാണെങ്കിൽ വെയിറ്റ് കൂടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 2 ലെയറേ ആക്കുന്നേ ഉള്ളൂ. ബേസിൽ നമുക്കാണെങ്കിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്കൊക്കെ സ്ലിപ്പായി പോകാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം കൊണ്ട് പിന്നെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പും കൊണ്ട് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ന്യൂട്ടെല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ലിങ്ങിനകത്താണെങ്കിൽ നമ്മൾ ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫെറോറോ റോഷർ ചോക്ലേറ്റ് നമുക്ക് 2 വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കൂടുതലൊക്കെ ബഡ്ജറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 3 വരെ ആഡ് ചെയ്യാം. കുറവ് ബഡ്ജറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 1 വെച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമുക്കാണെങ്കിൽ ക്രീമൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെയാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അവിടെയൊക്കെ തേച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഷുഗർ സിറപ്പ് സെക്കൻഡ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം ക്രീം സ്പ്രെഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഐസിങ് ചെയ്യുമ്പം ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആണെങ്കിൽ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണേ. അപ്പോഴേ നമുക്ക് നല്ലൊരു ഫൈനൽ കോട്ട് നമുക്ക് കിട്ടത്തേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ടൊക്കെ ഫിനിഷിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രം കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ലേക്ക് നമുക്കിങ്ങനെ ലെയറൊക്കെ പുറത്ത് തള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ലെയർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണേ. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് ചെയ്യുവാണെങ്കിൽ എത്ര ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്താലും ആ ലെയർ പുറത്ത് തള്ളി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫിനിഷിങ് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഈ ക്രീമാണ് ഇല്ലാത്ത മേളത്തെ ലെയർ ഇല്ലേ, അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ തള്ളിയിരിക്കുന്നതാണ് കേട്ടോ സ്പഞ്ച് അത്. അപ്പോൾ ആ ഭാഗം അത്രയും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ അത് ക്രീം സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫിനിഷിങ് വരുത്തിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. ഫൈനൽ കോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മളാണെങ്കിൽ ന്യൂട്ടെല്ലായിട്ട് ക്രീം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കളറൊന്നും ഇഷ്ടമല്ല. അവരെപ്പോഴും സിമ്പിളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റോ ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ന്യൂട്ടെല്ല ഇങ്ങനത്തെ ഫീലിങ്ങുള്ള കേക്കുകളൊക്കെയാണ് കൂടുതൽ അവർ മേടിക്കുന്നത്. വെച്ചാണെങ്കിൽ അവർക്ക് കളർ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ. അപ്പോൾ ഇത് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ക്രീമിനകത്ത് ന്യൂട്ടെല്ല ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല ഫിനിഷിങ്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഫിനിഷായി കിട്ടി കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമുക്കിപ്പോൾ ചൂട് സമയമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ തോന്നത്തില്ലേ ക്രീമിനകത്ത് എയർ ബബിൾ. ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഫില്ലിംഗ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും ക്രീമിനകത്താണെങ്കിൽ എയർ കയറിയ കൂട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രാപ്പർ കൊണ്ട് കറക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ബിഗിനറൊക്കെ ആണെങ്കിൽ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇത് സിലിക്കോണിൻ്റെ ബ്രഷ് ഇല്ലേ, അതുകൊണ്ടാണെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ ബോർഡർ ഡിസൈൻ കൊടുത്ത് മേളിൽ ഇതുപോലെ കൊടുത്തുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ അതുപോലെ എനിക്ക് അറിയാത്ത സമയത്തൊക്കെ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്തൊക്കെയാണ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ പിന്നെ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാറാണ് പതിവ്. പിന്നെ നമ്മളാണെങ്കിൽ ന്യൂട്ടെല്ലയും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ഇട്ടിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല ക്രീമും കൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ സൈഡിൽ ബോർഡർ വെച്ച് കൊടുക്കണം. 2 ഫെറോറോ റോഷർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗാർണിഷിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.